അഭിമന്യ ജോസഫ് പിതാവേ, പ്രിയപ്പെട്ട തോമസ് അച്ച, പ്രിയപ്പെട്ട സക്കറിയ അച്ച, പ്രിയപ്പെട്ട മാണിപ്പറമ്പിലച്ചൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാണിപ്പറമ്പിൽ അച്ഛനെ ഇഷ്ടപ്പെട്ട ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലെയും സഹസിലെയും പ്രിയപ്പെട്ടവരെ, ദുഃഖ്രാന നവോത്ഥാന സമ്മേളനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഏകീകൃത കുർബാനയെക്കുറിച്ചാണ് ഇവിടെ എനിക്ക് മുമ്പ് എല്ലാവരും സംസാരിച്ചത്. ഇക്കഴിഞ്ഞ കാലമത്രയും നമ്മളെല്ലാവരും നോക്കിക്കണ്ട ഒരു കാര്യവും അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയ്ക്ക് ആഴത്തിലൊന്നും പഠിക്കാത്ത എനിക്ക് ഇക്കഴിഞ്ഞ 2 നാളുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുള്ളൊരവസരവും കൂടെ ഉണ്ടായി. ഇരിങ്ങാലക്കുട രൂപതയുടെ ഏറ്റവും പഴക്കമാർന്നത്, അതേപോലെ തന്നെ മെത്രാനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വൈദിക ശ്രേഷ്ഠരോട് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം എന്നെനിക്ക് തോന്നിയപ്പോൾ ഈ കുർബാനക്രമം ഏതാണ് ശരിയെന്ന് ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ ഫൊറോന തലത്തിലെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ഇതാണ് ശരി, ഈ ഏകീകൃത കുർബാനയാണ് ശരി, ഏറ്റവും പഴക്കമാർന്ന ഈ കുർബാനയാണ് ശരി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മാണിപ്പറമ്പിൽ അച്ഛനെ അറിയോ എന്ന്. തീർച്ചയായിട്ടും അറിയും. അപ്പോൾ ആദ്യമേ തന്നെ ചോദിച്ചാൽ ആൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് വിചാരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം കഴിഞ്ഞ് അവസാനം പറഞ്ഞത്. അപ്പോൾ 30 വർഷക്കാലത്തെ മാണിപ്പറമ്പിൽ അച്ഛനും അതേപോലെ തന്നെ മണ്ണൂരാൻ അച്ഛൻ എഴുതി വെച്ച ഈ കുർബാനക്രമം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസികൾക്ക് ക്രിസ്തു ദർശനം അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമാകട്ടെ. ഇന്ന് ജൂലൈ 3 തോമാസ് ലീഹായുടെ ഓർമ്മ ദിനം, അതൊരു നവോത്ഥാനമായിട്ട് ഇനി ഒരു വർഷക്കാലം ആചരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. മാണിപ്പറമ്പിൽ അച്ഛൻ ഇരുന്ന ഇടവകകളിലൊക്കെ തന്നെ ഒരു അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടാണ് പോന്നിട്ടുള്ളത്. ഞാൻ തച്ചുടപ്പറമ്പ് ഇടവകയെ പ്രതിനിധീകരിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു 97-98 കാലഘട്ടത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ഹിന്ദു സമുദായക്കാർ ഏറ്റവും കൂടുതൽ ജീവിച്ച് അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ വരുന്ന ഒരു നാട്ടിൽ മതമൈത്രിയുടെ ഒരു അടയാളം എന്ന നിലയ്ക്ക് കപ്പേളകൾ പണിയാനും ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് വരാനൊക്കെ അച്ഛന് വളരെയധികം സാധിച്ചു. ആ ഒരു മനസ്സിലെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അടുപ്പമാണ് ഞങ്ങളിവിടെ പോൾട്ടിമോഷ് അടക്കമുള്ള മുൻകൈക്കാരെ ബെന്നി തളിയത്തടക്കമുള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ട് അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഈ നാട്ടിൽ വരുമ്പോൾ സമയത്ത് നമ്മളെയൊക്കെ പലപ്പോഴും വിളിക്കാറുണ്ട്. ആ വിളിച്ച് ഒരു കപ്പ് ചായ തന്നു കുറച്ച് സൗഹൃദങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും എന്നാണ് ഞാൻ ആദ്യമേ വിചാരിച്ചത്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ ശരി തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ പകർന്നു തരാൻ മാണിപ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത മുൻഗാമികളും പിതാക്കന്മാരും ഒക്കെ ഉണ്ട്. ഒരുപാട് എനിക്ക് പഠിക്കാനുണ്ട്. എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് പറയാൻ അറിയില്ല എന്നിരുന്നാലും ശരിയായിട്ട് ക്രിസ്തു ദർശനം പഠിക്കാനും നല്ലൊരു കുർബാനക്രമം, ഏകീകൃത കുർബാനക്രമം അത് വിശ്വാസത്തിൽ ആഴപ്പെട്ട് പഠിച്ച് മുന്നോട്ട് പോകാനും ഒരു പുതുതലമുറയ്ക്കും നിലവിലുള്ള എല്ലാവരും നേരത്തെ പിതാവ് പറഞ്ഞ പോലെ ഐക്യത്തിൽ പോകാനും ഒക്കെ സാധ്യമാകട്ടെ. ഈ കടിപിടി കൂടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ അനുസരണയാണ് വിലയേക്കാൾ ശ്രേഷ്ഠം എന്ന് നമ്മൾ ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ തല്ലുകൂടി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണേന്ന് നാം വിചാരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ശരിയായത് ശരി എന്നും കാലം തെളിയിക്കുമെന്നുള്ളതിൻ്റെ ഒരു
അടയാളപ്പെടുത്തലാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും മാണിപ്പറമ്പിൽ അച്ഛൻ്റെ എല്ലാ ഉദ്യമങ്ങളും സഫലീകൃതമാകട്ടെ. ഒരു നല്ല കരുത്തായിട്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ, സഭയ്ക്ക് പ്രവർത്തിക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാനുമൊക്കെ അച്ഛനെ അംഗീകരിക്കാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിവാക്കൾ ഉപസംഹരിക്കുന്നു. നന്ദി.